സ്നേഹത്തോടെ ഒരുമിക്കുന്ന ഒരു ചടങ്ങിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ആധുനിക രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ എന്നും സൂര്യ തേജസ്സോടെ ഭാസുരമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാവ്യക്തിയുടെ ജന്മദിനം, അതും അദ്ദേഹം ഏറെ സ്നേഹിച്ച ഒരു പ്രസ്ഥാനത്തിൽ വെച്ച് നടക്കുമ്പോൾ അത് വലിയ പ്രസക്തിയുള്ളതായിട്ട് മാറും. മഹാകവി പാലാ നാരായണൻ നായർ, അദ്ദേഹം മാണിസാർ എന്ന രാഷ്ട്രീയ നേതാവിനെ വിശേഷിപ്പിച്ചത് പാലയുടെ പ്രമാണി എന്നാണ്. ഞാൻ വ്യക്തിപരമായി ഏറെ അടുപ്പവും സൗഹൃദവും എൻ്റെ ചെറിയ പ്രായത്തിൽ മാണിസാറുമായി ഉണ്ടാക്കുവാൻ സാധിച്ചത് ജീവിതത്തിലെ വലിയ ഭാഗ്യമായി കരുതി. കൂടുതൽ കാര്യങ്ങളിൽ ഇടപെട്ട് എനിക്ക് പ്രവർത്തിക്കുവാൻ സാധിച്ചത് ഏറ്റവും ബഹുമാന്യനായ മുൻ രാഷ്ട്രപതി ശ്രീ KR നാരായണൻ അദ്ദേഹത്തിൻ്റെ കുടുംബ വീട് ആശ്രമത്തിന് സമർപ്പിക്കുന്ന സമയത്താണ്. 1999 ഉഴവൂർ. അന്ന് അതിന് ഏറ്റവും പ്രേരക ശക്തിയായി പ്രവർത്തിച്ചത്, കൂടെ അതിനായി എല്ലാ സഹായവും ചെയ്തത് മാണിസാറായിരുന്നു. പ്രസിഡന്റ് ആയതിനു ശേഷം KR നാരായണൻ സാറിന് ഉഴവൂരിലൊരു സ്വീകരണം നൽകിയ സമയത്ത് നാരായണൻ സാറ് മാണിസാർ എന്ന് തന്നെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് ശ്രീ KM മാണിസാറിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവരുടെയും, നേരത്തെ സ്പീക്കർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, എല്ലാവരുടെയും മനസ്സിൽ സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ഒളിമങ്ങാത്ത ഓർമ്മകൾ സമ്മാനിച്ച അസുലഭമായ ഒരു വ്യക്തിത്വം. ചാൾസ് ലാംബ് എന്നൊരു ആംഗലേയ കവിയുണ്ട്. അദ്ദേഹം മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് ഈ ഭൂമുഖത്തെ ഏറ്റവും സുന്ദരമായ മുഖമാണെന്നാണ്. മനുഷ്യൻ്റെ മുഖം, മനുഷ്യത്തിൻ്റെ വ്യക്തിത്വത്തെ അയാളുടെ മുഖത്തിലൂടെ നമുക്ക് വായിച്ചറിയുവാൻ സാധിക്കുമെന്ന് പറയുകയുണ്ട്. ഒരു മനുഷ്യൻ ഏത് വികാരത്തിലാണോ അടിമപ്പെട്ടിരിക്കുന്നത്, ആ വികാരം അയാളുടെ മുഖത്തു നിന്ന് വായിച്ചെടുക്കുവാൻ സാധിക്കുമെന്നും അയാളുടെ മനസ്സിൻ്റെ വ്യാപാരങ്ങൾ എപ്പോഴും അതിലൂടെ ഒപ്പിയെടുക്കുവാൻ സാധിക്കുമെന്നും ചാൾസ് ലാംബ് തൻ്റെ കവിതയിലൂടെ പറയുകയുണ്ടായി. തൻ്റെ ജീവിതകാലം മൊത്തം പ്രസാദാത്മകവും പ്രസന്ന വദനവുമായി, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതു തരത്തിലുള്ള വൈകാരികമായ വിക്ഷോഭങ്ങൾ ഉണ്ടായാലും അതിനെ പുഞ്ചിരി കൊണ്ട് നേരിടുന്ന വ്യക്തിയായി മാണിസാർ മാറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ ഇടപെടലുകളും നമുക്ക് ആ മുഖത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചു. ഞാൻ സുദീർഘമായൊരു സംഭാഷണത്തിന് മുതിരുന്നില്ല. ജീവിതത്തിലുള്ള വലിയ വെല്ലുവിളി എന്ന് പറയുന്ന ഒരു സക്സസർ ആകുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളായി, പ്രതിസന്ധികളായി കടന്നുപോയ സമയങ്ങളാണ്. ആശ്രമത്തിൻ്റെ ചുമതലയിലേക്ക് ഗുരുവിൻ്റെ ഭൗതികമായ വിയോഗത്തിന് ശേഷം കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുവരെ വലിയ തിരശ്ശീലയുടെ പിറകിൽ സാധാരണക്കാരനെ പോലെ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. പിന്നീടാണ് ആശ്രമത്തിൻ്റെ ഈ പൊതുധാരയിലേക്ക് ഞാൻ കടന്നു വന്നത്. അപ്പോൾ എനിക്കറിയാം എങ്ങനെ ഒരു പിൻഗാമി അനുഭവിക്കേണ്ടി വരുന്ന ആത്മസംഘർഷങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ജോസ് കെ മാണി എന്ന വ്യക്തി ജീവിതത്തിൽ ഇപ്പോൾ സാധാരണയായി ഇങ്ങനെ ഉള്ള വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജീവിച്ച് വരുന്ന ആളുകളെന്നാണ്, അല്ലെങ്കിൽ കെട്ടിയിറക്കുന്ന ആളുകളെന്നാണ്. ഈ ലൂസിഫർ എന്നൊരു സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അതിനകത്ത് ടൊവിനോയുടെ ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം രാംദാസ് എന്ന വലിയ
രാഷ്ട്രീയ നേതാവിൻ്റെ മകനായി. പിന്നീടാണ് അദ്ദേഹം അച്ഛൻ്റെ വിയോഗത്തിന് ശേഷം എവിടെയോ പുറത്തായിരുന്ന അദ്ദേഹം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗം കൊണ്ട് തന്നെ ആ ജനങ്ങളെ, കാരണം നേരത്തെ ഇവിടെ സ്പീക്കർ പറഞ്ഞു പബ്ലിക് റിലേഷൻസ്, PR വർക്കുകളുടെ ലോകം, മായിക ലോകം, ആ ലോകത്ത് അദ്ദേഹത്തെ എല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് ഒരു അമൂൽ ബേബിയെ പോലെ ഇങ്ങനെ ഒരു PR ഏജൻസിയൊക്കെ പ്രസംഗമൊക്കെ പഠിപ്പിച്ച് അദ്ദേഹം ആ പോഡിയത്തിന് മുന്നിൽ വന്നപ്പോൾ ആ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ച കാര്യങ്ങളെല്ലാം മാറിയിട്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് സംസാരിച്ചു. ശ്രീ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ ആ വഴിയിൽ, ആ വിചാരധാരയിൽ, ആ ആശയത്തിൽ, ആ ജീവിതത്തിൽ ഒരിടവും തട്ടാതെ, എന്നാൽ പിതാവിൻ്റെ വിയോഗത്തിന് ശേഷമുള്ള ഒരു വലിയ വെല്ലുവിളിയുടെ കാലഘട്ടത്തെ നേരത്തെ സ്പീക്കർ പറഞ്ഞതുപോലെ, ഞാനൊരു ആലങ്കാരികമായി പറയുന്ന കാര്യമില്ല, ഞാനതിപ്പോൾ ഒരാളെ പുകഴ്ത്തി പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന് കൂടെ നിങ്ങൾ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ ആ വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തെ ഒരുപക്ഷെ ഛിന്ന ഭിന്നമായി പോകുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ശാന്തിഗിരി ആശ്രമത്തിനെ കുറിച്ചൊക്കെ എനിക്ക് അനുഭവമുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്.